അടുത്ത നെക്സ്റ്റ് വീക്ക് മുതൽ 4-ാം തീയതി മുതൽ ലാബ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് എംബഡസി ലാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ അറ്റ്മോസ് സ്റ്റുഡിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വിൻഡോ ഫസ്റ്റ് കയറി വരും. ഇതിൽ നിന്നും ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്താൽ ഈ വിൻഡോയിൽ ഇവിടെ C++ കാണാം, അസംബ്ലർ കാണാം. അപ്പോൾ അതിനകത്ത് അസംബ്ലർ ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസിന് ഒരു പേര്, ഇപ്പോൾ ആഡാണെങ്കിൽ ആഡോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടൊരു പേര് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനതിനകത്ത് അഡീഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഏത് മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത് ഉള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇത് Atmega 32 ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പേരിലൂടെ ടൈപ്പ് ചെയ്താൽ അത് ഫസ്റ്റ് ലിങ്ക് കയറി വരും. അപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഈ സെലക്ഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ഓക്കെ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വേറൊരു വിൻഡോ കിട്ടും. ഇതിനകത്ത് addition.asm ഇതാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ചെയ്താലുള്ള ഫയൽ. ഇത് അതിൻ്റെ ഏതൊക്കെ സപ്പോർട്ടിങ് ഫയൽ ഇങ്ങനെ കുറച്ച് വിൻഡോസുകളായിട്ട് അടുത്ത സ്റ്റേജിലോട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. ഞാൻ ചെറിയൊരു പ്രോഗ്രാം ചെയ്താൽ 2 മെമ്മറി ലൊക്കേഷനിൽ നിന്നും ഡാറ്റ എടുത്തിട്ട് അത് ആഡ് ചെയ്ത് റിസൾട്ട് ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു പ്രോഗ്രാം ഞാൻ എഴുതാം. മെമ്മറി എടുക്കുമ്പോൾ LDS ആണ്. LDS 0x300, R5, 0x300. ഈ പ്രോഗ്രാമിൻ്റെ ഇതിനകത്ത് ഈ മേലെ കാണുന്നത് ഡീഫാൾട്ടായിട്ട് വരുന്ന അതിൻ്റെ ഒരു ഹെഡിങ് ആണ്. അപ്പോൾ അത് റിമാർക്കാണ്. അപ്പോൾ ഇതിനകത്ത് കമൻസ് ആണ്. അപ്പോൾ സിയിൽ കമൻസ് ചെയ്തെന്ന് മാറ്റി തന്നെ ഈ സ്ലാഷ് ആസ്റ്ററിക്ക് പിന്നെ അതിൻ്റെ ക്ലോസിങ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയൊക്കെ കമൻസ് ആവും. വേറൊരു മെത്തേഡ് ഓരോരോ ലൈൻസ് സിംഗിൾ ലൈൻ കമൻസ് ആക്കണമെങ്കിൽ ഒരു സെമിക്കോളൻ എടുത്താൽ മതി. അപ്പോൾ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്. അപ്പോൾ നമ്പേഴ്സ് കിടക്കുന്നത് 0x300-ലും 0x301-ലുമാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്പർ എടുത്ത് വല്ല റിമാർക്ക് വല്ലതും ആണെങ്കിൽ കൂടെ ടൈപ്പ് ചെയ്യാം. R5-ലോട്ട് ഫസ്റ്റ് നമ്പർ ഇങ്ങനെ ജസ്റ്റ് കമൻസ് വേണമെങ്കിൽ സെമിക്കോളൻ ഇട്ട് എഴുതാം. ഓരോ ഇൻസ്ട്രക്ഷനും അങ്ങനെ കമൻസ് ചെയ്തതിൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് നമ്പർ R6-ലോട്ട് എടുത്തു. 0x300 1-ലാണ് സെക്കൻഡ് നമ്പർ. ഇനി ഇതിൻ്റെ സ്റ്റോർ റിസൾട്ട് അറ്റ് ഒരു 400, 0x400 അസ്യൂം ചെയ്യും. ഇതൊരു റിമാർക്കായിട്ട് എഴുതി വെക്കുന്നതാണ്. R6 അടുത്ത നമ്പർ 2. പിന്നെ ആഡ് R5, R6 അഡീഷന് R5 R5 + R6. ഇനി അത് സ്റ്റോർ ചെയ്യാൻ STS റിസൾട്ട് 400 വന്നു. 0x400 സെമിക്കോളൻ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ. പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ഹിയർ sjump $805 ചെയ്ത മാതിരി jump ഹിയർ. അപ്പോൾ ഇതിന് നമുക്ക് വേണമെന്ന് അലൈൻ ചെയ്യാം. എന്നാൽ കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി ഒരു
അതിൻ്റെ ഒരു സ്റ്റൈൽ വരും. ഞാൻ അലൈൻ ചെയ്തിരുന്നതുകൊണ്ട് പ്രോഗ്രാമിന് കുഴപ്പമൊന്നുമില്ല. അലൈൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഒരു നീറ്റ്നെസ് വരും. ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ആസ്റ്ററിക്ക് കാണാം, അത് സേവ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഫയലൊന്ന് ഞാൻ സേവ് ചെയ്യാം. ഇനി ഇതിന് സിമുലേറ്റ് ചെയ്ത് റിസൾട്ട് ഇൻപുട്ട് 2 ലൊക്കേഷനിൽ കൊടുത്ത് റിസൾട്ട് നോക്കണം. അതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡീബഗ്, അതിനകത്ത് സ്റ്റാർട്ട് ഡീബഗിൽ വരും. അതിനകത്ത് എറേഴ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു എററുണ്ട്. എറർ എന്ന് പറഞ്ഞാൽ കാണാം. അതിനകത്ത് ഇതാണ് അതിൻ്റെ എറർ. ഇത് കംപ്ലീറ്റ് കൊടുത്ത് കംപ്ലീറ്റ് അല്ലല്ലോ. ഇപ്പോൾ ഈ എറർ കാണാം. എന്ത് ചെയ്യണം? റോങ് നമ്പർ ഓഫ് ഓപ്പറൻസ് എന്നൊരു എററാണ്. അപ്പോൾ ആ എറർ ഇതിനകത്ത് R5 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആവുള്ളൂ. റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഫയൽ സേവ് ചെയ്ത് ഇനി ഡീബഗിലൊന്ന് സ്റ്റാർട്ട് ഡീബഗിങ്. ഇതിനകത്ത് ഒരു സിമുലേറ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇത് ഡീബഗിങ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു സിമുലേറ്റർ വേണം. സിമുലേറ്റർ സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ ഇതിങ്ങനെ കുറേ വിൻഡോസൊക്കെ കയറി വരും. ഇത് രജിസ്റ്റേഴ്സിൻ്റെ ഡിസ്പ്ലേ കാണാനുള്ളതാണ്. ഇത് മെമ്മറിയിൽ തന്നെ ഏത് ടൈപ്പ് മെമ്മറി നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻറ്റേർണൽ റാമാണ്. അപ്പോൾ ഇൻറ്റേർണൽ റാം സെലക്ട് ചെയ്യുക. അപ്പോൾ റാം സെലക്ട് ചെയ്യുക. ഇനി ഇൻപുട്ട് 300 ആണ് 1-ലാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് താഴെ വന്നിട്ട് 300-ലും 300-ലും ഇൻപുട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് എല്ലാ മെമ്മറി ലൊക്കേഷനും. അപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇത് 2FF ആണ് ഫസ്റ്റ് ലൊക്കേഷൻ. അതിൻ്റെ അടുത്ത ലൊക്കേഷൻ 2FF കഴിഞ്ഞാൽ 300 ആയിരിക്കും. ഇവിടെ ഞാനൊരു 25 കൊടുത്തു. ഇവിടെ ഒരു 22 കൊടുത്തു. 2 നമ്പർ കൊടുത്തു. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റെപ്പ് ഇൻറ്റു എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അല്ലെങ്കിൽ F11 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇൻറ്റു. ഇവിടെ ഈ ഒരു ആരോ മാർക്ക് ഒന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു ലൈനാണ് ഞാൻ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഈ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ആരോ മാർക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ 300-നകത്തുള്ള ഡാറ്റ ഇവിടെ R5-ൽ എത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. R5-ൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 25 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യെല്ലോ ഈ കളറിൽ നിൽക്കുന്ന ലൈനാണ് അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ്. അല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞെന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ വീണ്ടും അടുത്ത് ചെയ്താൽ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ 22 വന്നു R6-ൽ. ഇനി ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും? അഡീഷൻ നടക്കും. അഡീഷനെ നടന്നിട്ടുള്ളൂ. ഇനി സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടി ഇല്ല. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനുള്ള എക്സിക്യൂഷനാണ്. ഇതാണ് ഒരു ഡീബഗിങ് സ്റ്റൈലാണ്. അതിനാണ് ഇതിന് ഡീബഗ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അടിക്കുക. അപ്പോൾ ഇനി ഇതിനകത്ത് ഇവിടെ 400-ൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 400 നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ 3FC ആണിത്. FC, FD, FE, FF 400. ഇവിടെ 47. അതായത് 22 തൊട്ടുമ്പോൾ ഡാറ്റ ഇതായി പോയിട്ടുണ്ട്. R5-ലത്തെ വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള 47 ആണത്. ഇനി ഇതിനകത്തൊരു പോയിന്റ് കൂടി പറയാം. ഇപ്പോൾ നിങ്ങളിന്ന് അറിയാം, രജിസ്റ്റേഴ്സിൻ്റെ മെമ്മറി വിൻഡോ ഒക്കെ ക്ലോസ് ആയിപ്പോയി. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ടൂൾ ബാറിൽ ഇതിൻ്റെ ഐക്കൺസ് കാണാം. രജിസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്താൽ രജിസ്റ്റേഴ്സ് വരും. മെമ്മറി ക്ലിക്ക് ചെയ്താൽ മെമ്മറി വരും. പിന്നെ ഇൻപുട്ട് IO മെമ്മറി ഒക്കെ കാണണമെങ്കിൽ ഒക്കെ ഓരോന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇവിടെ മെമ്മറി ശ്രദ്ധിക്കുക. ഡാറ്റ SRAM തന്നെ സെലക്ട് ചെയ്താൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആ മെമ്മറിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല പ്രോഗ്രാം മെമ്മറി അല്ല. അപ്പോൾ ഓക്കെ താങ്ക്സ്.